നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കോവിഡ്-19 തുടർന്ന് സൗദി അറേബ്യയിൽ ചൊവ്വാഴ്ച 50 പേർ കൂടി മരിച്ചതായി റിപ്പോർട്ട്. ഇതോടെ രാജ്യത്തെ മൊത്തം മരണം 1649 ഉയർന്നു. പുതുതായി 4387 പേരിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം രോഗം സ്ഥിരീകരിച്ചത്. ഇപ്പോൾ സൗദിയിലെ ആകെ രോഗികൾ 2 ലക്ഷത്തോടടുക്കുന്നു. അതും രോഗമുക്തി നേടിയവർ 1,30,766 പേരുമാണ്. രാജ്യത്ത് ഇപ്പോഴും 2278 പേരാണ് അത്യാസന്ന നിലയിൽ ചികിത്സയിൽ കഴിയുന്നത്. 58,408 പേരാണ് വിവിധ ആശുപത്രികളിലായി കഴിയുന്നത്. എന്നാൽ കുവൈറ്റിൽ 4 പേരാണ് ചൊവ്വാഴ്ച മരിച്ചത്. പുതുതായി 671 പേരിൽ രോഗം കണ്ടെത്തുകയും ചെയ്തു. കുവൈറ്റിൽ ഇതോടെ മരണം 354 ഉയർന്നു. ഇപ്പോൾ ആകെ രോഗികൾ 46,195 രോഗമുക്തർ 37,030 ഇതോടെ രോഗവ്യാപന സാധ്യതയും ഇല്ലാതാകുന്നുവെന്ന സൂചനയും ലഭ്യമാണ്. UAE-യിലെ നിരവധി ആശുപത്രികളിൽ ഇപ്പോൾ കോവിഡ് രോഗികളില്ലെന്ന് തന്നെ പറയാം. ഒട്ടേറെ ആശുപത്രികൾ കോവിഡ് വിമുക്തമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലായി പുതുതായി 63,000 പേരിലാണ് കോവിഡ് പരിശോധന നടത്തിയത്. UAE-യിൽ ചൊവ്വാഴ്ച 421 പേരിലാണ് പുതുതായി കോവിഡ്-19 സ്ഥിരീകരിച്ചത്. ഒരാൾ മരിക്കുകയും ചെയ്തു. 490 പേർ രോഗമുക്തി നേടി. എന്നാൽ ഖത്തറിൽ 982 കേസുകളാണ് പുതുതായി റിപ്പോർട്ട് ചെയ്തത്. ചൊവ്വാഴ്ച മരണമൊന്നും രേഖപ്പെടുത്തിയുമില്ല. ഖത്തറിലെ മൊത്തം രോഗവിമുക്തരുടെ എണ്ണം ഇപ്പോൾ 81,554 ഉയരുകയും ചെയ്തു. അതേസമയം കോവിഡ് ബാധിതരെ കണ്ടെത്താനുള്ള പരിശോധനകൾ UAE-യിൽ വ്യാപകമായി നടക്കുന്നതിന്റെ ഫലം കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിലായി രോഗബാധിതരുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞു വരികയാണ്. മരണവും ഗണ്യമായി തന്നെ കുറഞ്ഞിട്ടുണ്ട്. വിവിധ കേന്ദ്രങ്ങളിലായി നടക്കുന്ന പരിശോധനകൾ കാരണം രോഗലക്ഷണമുള്ളവരെ പെട്ടെന്ന് കണ്ടെത്താനും അവരെ ഐസൊലേറ്റ് ചെയ്യാനും കഴിയുന്നതാണ് UAE-യുടെ വിജയമായി പറയുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.